അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് അടിച്ചു പൊളിച്ച് ജീവിക്കാനാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് സഫീർ എന്ന ചെറുപ്പക്കാരൻ ശ്രമിച്ചത്. അതിനുവേണ്ടി ഈ സഫീർ സ്വീകരിച്ചിട്ടുള്ള വഴികളാണ് നമ്മൾ ഏറ്റവും വലിയ സങ്കടകരമായിട്ട് തോന്നുന്നത്. കാരണം ന്യായമായ രീതിയിൽ സന്തോഷകരമായി കുടുംബത്തിൽ നിന്ന്, അതും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ആ കുഞ്ഞിന് സുഖമുണ്ടാകും. ഒരു വിവാഹം ചെയ്യുന്നത് എന്ന് പറയുന്നത്, ഒരു മകളെ ചെയ്ത് അയക്കുന്നത് എന്തിനാണ് യഥാർത്ഥത്തിൽ? അവൾക്ക് ആ വീട്ടിൽ ഭക്ഷണം കൊടുക്കാനും അതോടൊപ്പം തന്നെ അവളെ സംരക്ഷിക്കാനും ഒന്നും ആ കുടുംബത്തിന് കഴിയാത്തത് കൊണ്ടല്ല. ഇത് എല്ലാവർക്കുമുള്ള ഒരു സന്ദേശമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. സാധാരണ ഒക്കെ ഈ കടം വാങ്ങിയും ഭയങ്കര പ്രയാസപ്പെട്ടും മാനം കെട്ടുമൊക്കെ കൈകൾ കാട്ടി പള്ളികളിലൊക്കെ ഇരന്ന് പിടിച്ചിട്ട് നോക്കണം. ഈ പെൺകുട്ടിയുടെ കല്യാണത്തിനാണ് ഇത് പ്രധാനമായിട്ടും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഓരോ മഹല്ല് തോറും കൈ കാട്ടി ഞങ്ങളെ സഹായിക്കൂ, എൻ്റെ മകളെ കല്യാണം കഴിക്കാനുണ്ട്, എൻ്റെ മകളെ കല്യാണം ചെയ്ത് മറ്റൊരു ജീവിതത്തിലേക്ക് പറഞ്ഞയക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളിൽ, പള്ളികളിലും മദ്രസകളിലും തെരുവുകളിലും ഒക്കെ തെണ്ടി നടന്നാണ് സാധാരണ ഒരു പ്രത്യേക രീതിയിൽ പാവപ്പെട്ട ആളുകൾ വിവാഹം തങ്ങളുടെ മകളെ ചെയ്തയക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? യഥാർത്ഥത്തിൽ അവളിപ്പോൾ വിവാഹത്തിന് പ്രായമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അള്ളാഹു പറഞ്ഞതുപോലെ വാങ്കിഹുൽ അയാമ മിൻകും, നിങ്ങളിൽ നിന്ന് വിവാഹം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, പ്രായപൂർത്തി എത്തിയിട്ടുള്ള സ്ത്രീ പുരുഷന്മാരിൽ. എന്തിനാണത്? സമൂഹത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ്. എന്തുകൊണ്ടെന്നാൽ സമൂഹത്തിൻ്റെ ഭദ്രതയാണ് വിവാഹം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് അന്നിക്കാഹു ജുന്ന എന്ന് പറഞ്ഞത്. നോക്കണം, രണ്ടു കാര്യങ്ങളിലാണ് അള്ളാഹുവിൻ്റെ റസൂല് പരിജ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഒന്ന് അസ്സിയാമു ജുന്ന, അന്നിക്കാഹു ജുന്ന. വിശുദ്ധമായിട്ടുള്ള വ്രതം അതൊരു പരിചയാണ്. തെറ്റുകളെ തടഞ്ഞു നിർത്തുന്നു, അതാണ് പരിജ എന്ന് പറയുന്നത്. ആക്രമണങ്ങളെ അഥവാ ശത്രുവിൻ്റെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്താൻ പരിച ഉപയോഗിക്കുന്നത് പോലെ ഒരു വിശ്വാസിയുടെ വ്രതം അവൻ്റെ തിന്മകളെ പ്രതിരോധിക്കുന്നു. അതാ, എനിക്ക് നോമ്പുകാരനാണ്, അതുകൊണ്ട് ഞാൻ വേണ്ടാത്തതൊന്നും പറയാൻ പറ്റില്ല, വേണ്ടാത്തതൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ബോധമാണ് അതിൽ നിന്ന് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിക്കാഹ്, അന്നിക്കാഹു ജുന്ന. ഞാനിപ്പോൾ വിവാഹിതനാണ്, അതുകൊണ്ട് ഞാനൊരു പരിശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് എനിക്ക് ഈ സംരക്ഷണം, പരസ്പരമുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ സുരക്ഷിതത്വം അതൊരു പരിചയമാണ്. എൻ്റെ വികാരം തീർക്കേണ്ടത് എൻ്റെ ഭാര്യയോടാണ്, ന്യായമായ രീതിയിലും. സ്വാഭാവികമായിട്ടും നമുക്ക് വിശപ്പ് ഒക്കെ ഉള്ളതുപോലെ തന്നെ വികാരമുണ്ട്. അത് ഈ സൃഷ്ടാവിനറിയാം. അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ വിവാഹം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വിവാഹം ന്യായമായ രീതിയിൽ, അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് വൈവാഹിക ബന്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിൽ എന്ത് ആരാധനയാണ് പ്രവാചകരെ? അതിൽ ഞങ്ങളുടെ ലക്ഷ്യത്തിന്, സുഖസംതൃപ്തിക്ക് ഞങ്ങൾ ചെയ്യുന്നതല്ലേ. പിന്നെ അതിൽ എന്താണ് ഇത്ര വലിയ എടുത്തു പറയാനുള്ള ഒരു ആരാധന കർമ്മം? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അയാളോട് പറഞ്ഞ മറുപടി ഭയങ്കര സംഭവമാണ്. ലോകത്തിന് പഠിക്കാനുള്ള ഒരു സന്ദേശമാണത്. ആദ്യത്തെ അധ്യാപകനായ അഷ്റഫുൽ ഖൽഖ് പറയാണ്, പക്ഷേ അത് നിന്നെ മറ്റു സ്ത്രീകളിൽ നിന്ന് സുരക്ഷിതനാക്കുന്നു, നിന്റെ ജീവിതത്തെ പരിശുദ്ധപ്പെടുത്തുന്നു, മറ്റു സ്ത്രീകൾക്ക് അത് സുരക്ഷിതത്വം നൽകുന്നു. നോക്കണം, നിങ്ങൾക്ക് രണ്ടുപേർക്കുമിടയിലോ അത് ഏറ്റവും വലിയ സന്തോഷമുണ്ടാക്കുന്നു. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണല്ലോ. ലോകത്തിൻ്റെ അരാജകത്വമല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അവൻ്റെ ആദർശത്തിലൂന്നിയ ഒരു വ്യക്തി ജീവിതം, ശുദ്ധ ജീവിതം, അതാണ് കുടുംബജീവിതം. അപ്പോൾ അങ്ങനെ സ്വസ്ഥമായിട്ട് കുടുംബജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവൻ ആദ്യകാലത്ത് തന്നെ യഥാർത്ഥത്തിൽ ജോലി സ്ഥലത്ത് നിന്ന് ഈ ബംഗാളി പെണ്ണുമായി പരിചയമുണ്ട്. അതിനെ തുടർന്ന് അവനെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആ സഫീറിൻ്റെ ഭാര്യയെ ഓരോ തവണയും ബ്ലാക്ക് മെയിൽ ചെയ്താണ് ആ ശരീരത്തിലുണ്ടായിരുന്ന 20 പവനും അവൻ വാങ്ങി. ബ്ലാക്ക് മെയിൽ ചെയ്തും സന്തോഷകരമായ വാക്ക് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില ഭർത്താക്കന്മാർ. സോപ്പിട്ടിട്ടൊക്കെ, അങ്ങനെ നമ്മൾ പറയും, സോപ്പിട്ടും അവളെ തന്ത്രങ്ങൾ പെടുത്തിയും അതിലൊന്നും പെടാതെ വരുമ്പം ബ്ലാക്ക് മെയിൽ ചെയ്തു, ഞാൻ നിന്നെ മൊഴി ചൊല്ലുന്നോ മറ്റോ ഭീഷണിപ്പെടുത്തി കാണും. അങ്ങനെയാണ് ആ 20 പവനും ആ പെൺകുട്ടിയിൽ നിന്ന് തട്ടിയെടുത്തു. നോക്കണം, ഇനി ഒന്നും തട്ടിയെടുക്കാൻ ഇനി സാധ്യതയില്ല എന്ന് തോന്നിയപ്പോഴാണ്, അല്ലാതെ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഈ കുട്ടിയെ കൊണ്ടുപോയി ആ കുട്ടിയുടെ ശരീരത്തിൽ
ആ കുട്ടിയുടെ ഉമ്മയുടെ ആളുകളായ അമ്മാമന്മാരും മറ്റും സഹായിക്കും. അങ്ങനെയുണ്ട്. നമ്മുടെയൊക്കെ സാധാരണ ഉമ്മമാരുടെ ആളുകൾക്ക് തീർച്ചയായിട്ടും പെണ്ണിൻ്റെ ആളുകൾ നമ്മളോടൊരു പ്രത്യേക സ്നേഹം കാണിക്കും. ഈ എൻ്റെ മകള്, എൻ്റെ പേരക്കുട്ടി, മനസ്സിലായോ? അങ്ങനെ ആ പേരക്കുട്ടിയായ ഈ കുഞ്ഞിന്, സഫീറിൻ്റെ കുഞ്ഞിന്, ആ കുഞ്ഞിൻ്റെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് 4.5 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ അവൻ എന്തു ചെയ്തു? ഈ കുട്ടിയുമായിട്ട് ഒരൊറ്റ മുങ്ങലാണ്. ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്, അതൊന്ന് മാറ്റിക്കൊണ്ട. അപ്പോഴാണല്ലോ സ്വർണ്ണാഭരണം മുഴുവൻ ധരിപ്പിച്ചു കൊടുക്കുള്ളൂ. എല്ലാ സ്വർണ്ണങ്ങളും ഇട്ട് കൊടുക്കുക എന്ന് പറയാണ്. അപ്പോൾ ഇവൻ്റെ ലക്ഷ്യം എന്താണ്? ഈ 4.5 പവൻ വിറ്റ് കിട്ടിയാൽ എന്തായാലും 2 ലക്ഷം ഉറുപ്പിക കിട്ടും. അതുകൊണ്ട് തിമിർത്ത് ഒരു മാസമൊക്കെ അടുപ്പിടിച്ച് നിൽക്കാം. അത് തന്നെയാണ് സഫീറിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് കുട്ടിയുമായിട്ട് കൊണ്ടുപോയത്. പിന്നീട് ഇവരുടെ ഈ കാമഭ്രാന്തിനിടക്ക് ഈ കുട്ടിയെ തീർക്കാനുള്ള ശ്രമം തന്നെ നടന്നിരുന്നു എന്നാണ് കേൾക്കുന്നത്. ആലോചിച്ച് നോക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ, ആ ഉമ്മയുടെ പ്രാർത്ഥനയാൽ, മറ്റുള്ള നാട്ടുകാരുടെ പ്രാർത്ഥനയാൽ ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു എന്നതിൻ്റെ ഫലമായിട്ട് കൽക്കത്ത പോലീസിൻ്റെയും കേരള തിരൂരങ്ങാടി പോലീസിൻ്റെയും തന്ത്രപരമായ കഴിവ് കൊണ്ട് 1 മാസത്തിനുള്ളിൽ തന്നെ അവർ ഇരുവരെയും പിടിച്ചു. അപ്പോൾ ഈ സഫീറിൻ്റെ കാമുകിയോടൊപ്പം കാമുകിയുടെ ഒരു മകളുണ്ട്, കുഞ്ഞുണ്ട്. അതോടൊപ്പം തന്നെ ഈ സഫീറിൻ്റെ കുഞ്ഞുണ്ട്. ഇവരൊക്കെ ക്ഷീണിതരായിരിക്കുന്നു. കാരണം ഇവരെ അവർക്ക് സംരക്ഷിക്കാൻ കഴിയുമോ? ഒന്നുമില്ലല്ലോ. അങ്ങനെ ഈ കുട്ടിയുടെ സ്വർണ്ണാഭരണം പരിശോധിച്ച് വരവേയാണ് യഥാർത്ഥത്തിൽ ഈ നരാധമനിൽ നിന്ന് എന്ത് കിട്ടിയത്? കള്ളനോട്ട് സ്ഥിരീകരിച്ചു. തിരൂരങ്ങാടി SBI ശാഖയിൽ കൊടുത്തിട്ടാണ് കള്ളനോട്ട് സ്ഥിരീകരിച്ചത്. അപ്പോൾ കള്ളനോട്ട് തന്നെ. ഇനിയിപ്പോൾ എന്തായി? അതോടൊപ്പം സ്വാഭാവികമായിട്ട് ഇവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എങ്ങനെയും അടിച്ചു പൊളിച്ച് തൻ്റെ കാമുകിയോടത്ത്, സുന്ദരിയായിട്ടുള്ള കാമുകിയാണ്, അതോടൊപ്പം ഭാര്യ സുന്ദരിയാണ്. പക്ഷേ അതൊന്നും അവനെ സംബന്ധിച്ച് പ്രശ്നമല്ല. അതൊക്കെ നിയമാനുസൃതമായിട്ടുള്ള ഭാര്യയല്ല. അതിൽ നിന്നെന്ത്? ഇത് അവിഹിത ബന്ധമാണ്. കട്ടുതിന്നുന്നതിന് ഒരു രുചി കൂടുമെന്ന് നമ്മൾ പറയാറുള്ളത് പോലെ ഇത് കട്ടുതിന്നലാണല്ലോ. സമൂഹത്തിൻ്റെയും ദൈവീകമായ ദൃഷ്ടിയിൽ നിന്നും ഒക്കെ തോന്നിവാസം ചെയ്യുക. അങ്ങനെ കട്ടുതിന്നുന്നതിന് രസമുണ്ട്. അതുകൊണ്ട് തന്നെ കാമുകിക്ക് വേണ്ടി കൊണ്ടുകൊടുക്കുകയാണ് മുഴുവനും ഈ പാവപ്പെട്ട സഹോദരിയായ അവൻ്റെ ഭാര്യയിൽ നിന്ന് എടുത്തിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഭയങ്കര സ്നേഹമുള്ള ഒരു പിതാവ്. ആ കുട്ടിയെ ഒക്കത്ത് വെച്ച് കൊണ്ടുപോകുന്ന ചിത്രമൊക്കെ നമ്മൾ വൈറലായിട്ടുണ്ട്. നോക്കണോ? അപ്പോൾ കുട്ടിയുടേതല്ല, ആ കുട്ടിയുടെ 4.5 പവൻ സ്വർണം ധരിപ്പിച്ചു കൊടുക്കാൻ പറയാണ്. എന്തിനും അവിശ്വസിക്കണം ആ ഉമ്മ. കാരണം കൊണ്ടുപോകുന്നത് പിതാവാണ്. പ്രത്യക്ഷത്തിൽ വീട്ടിൽ വലിയ ആരോഗ്യമൊന്നും ഇവനില്ല. പിന്നെ എന്താണ്? ഞങ്ങൾക്കൊരു സ്ഥലത്ത് കല്യാണത്തിന് പോയി വരാനുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉമ്മ കെട്ടിക്കൊടുക്കും. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അടിച്ചു പൊളിക്കാനുള്ള അവരുടെ ആ കാമഭ്രാന്ത് പെട്ടെന്ന് തന്നെ ഇല്ലാതായി. കൊതിച്ചത് നടന്നില്ല. അതാണ്. മറിച്ച് അള്ളാഹു അവന് ഒരുക്കിയതോ കെണിയോ എന്ന് പറഞ്ഞാൽ വിധി അവനെതിരായി. ഇപ്പോൾ എന്താണ് അവൻ്റെ സ്ഥിതി അറിയോ? ഇപ്പോൾ അവന് ജാമ്യത്തിന് പോലും എടുക്കാൻ ആളില്ല. റിമാൻഡ് ചെയ്ത് ഇന്നലെ കോടതിയിൽ നിന്ന് റിമാൻഡ് ചെയ്ത് അവനെ ജയിലിൽ അടച്ചിരിക്കുന്നു. ഇനി അവന് തിന്ന് ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞാലും പുറത്തു വരില്ല. എന്താ കാരണം? അവനെ ആരാണ് പോയിട്ട് ജാമ്യത്തിന് എടുക്കുക എന്ന് പറയുന്നതിന് കുറച്ച് പണിയുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രോഡുകളെ ആര് ജാമ്യത്തിനെടുക്കും? ആരും ജാമ്യത്തിനെടുക്കാൻ വരികയില്ല. അപ്പോൾ കാലാകാലം ഇനി അവൻ്റെ വിധി എന്താണ്? തിന്ന് കഴിയുക, ജയിലിൽ അഴിയെണ്ണി കഴിയുക എന്നത് തന്നെ. ഇനി വേറെ ഒന്നുമില്ല. ഇത് ഒരു വലിയ പാഠമാണ്. മനുഷ്യർക്ക് ഇതൊരു വലിയ പാഠമാണ്. നല്ല നിലക്ക് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന കുടുംബത്തിൽ തൻ്റേതായ അമിത ആഗ്രഹവും അത്യാഗ്രഹവും കൊതിയും ഒക്കെ കൂടെ ആയപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ഈ ഭൗതിക ലോകത്ത് തന്നെ സർവശക്തനായ അള്ളാഹു പണി കൊടുത്തു എന്ന് വേണം പറയാൻ. ഇത് മറ്റുള്ള ആളുകൾക്ക് പോലും ഒരു പാഠമാണ് എന്ന് പറയുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ പെണ്ണിനെ അഥവാ തവനൂർ കുടുംബ സൗഹൃദ സെൻ്ററിലേക്ക് താമസിപ്പിക്കാനാണ് പെണ്ണിനെയും കുഞ്ഞിനെയും തവനൂരുള്ള ആ ഒരു കുടുംബ സൗഹൃദ സെൻ്റർ, ആ സെൻ്ററിന് കൈമാറാനുമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവൻ്റെത് ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവനെ ജയിലിലടക്കുമെന്ന് തന്നെയാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനെ ജാമ്യത്തിനെടുക്കുവാനും അവനെ പിന്നീട് അവൻ്റെ കാര്യം അന്വേഷിക്കുവാനും ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞു പോയ വ്ളോഗുകളിലൊക്കെ ഇത് പറഞ്ഞിരുന്നു. ഇത് തന്നെയാണ്. എല്ലാവരുടെയും സ്ഥിതി ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ഒന്നുക കഴിഞ്ഞുകൂടാം. ഇതാണ് മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിന്, മനുഷ്യൻ്റെ ഏറ്റവും മോശമായ ആഗ്രഹങ്ങൾക്ക് ദൈവം തമ്പുരാന് പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കുന്നു എന്ന ഒരു സന്ദേശമാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.